ആഹാ സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ. നീ എന്റെ ശിഷ്യൻ. കുറെ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട്. ഓ ഇത് ഭരണഘടനൊന്നും അച്ഛനെ തിറക്കി കിട്ടാറുണ്ടെന്ന്. ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല. ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ്, പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ? അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ പിന്നെ പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിഹ ഇവിടെ സ്തുതി കിട്ടാതെ ഉറങ്ങില്ല. നീ പോടത്തേക്ക തങ്കച്ചു. ഓ വല്യപ്പനെ ഒന്നുകൂടെ കണ്ടാലോ? വല്യപ്പൻ എപ്പോഴേ തീർന്നു. കാർന്നൂര് പോയോ? ലോട്ടറി ഇത് ഈ പാപ്പത്തിനവിടെ പോയി കിടക്കുക. അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ. അച്ഛനെ ഇള്ളാ കുഞ്ഞോ വാരി കൊടുക്കാൻ. അല്ല സമയത്ര ലൈറ്റ് ഇട്ട വണ്ടി. ലൈറ്റ് ഇട്ടോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പോലീസുകാരെയും വിളിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാരെ കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണേ. രണ്ടെണ്ണം വിട്ടിട്ട് കഴിക്കാനായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? ഈശോയെ, എന്തിനാ കുട്ടി? സാറേ ഞാൻ വെപ്പുകാരനാ, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താ ചേട്ടാ ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റണം. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടിയോളാം, ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ, അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. ബെന്നി, എന്തോരം പടിയാവും പണിഞ്ഞു വെച്ചിട്ട്. ബെന്നി, എടാ ബെന്നി, ഇവന് ഇത് എവിടെ പോയി കിടക്കും? ബെന്നി, പേടിക്കണ്ട, ഞാൻ സിസിലി. ബെന്നിയില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ, എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടീ ഞാനിപ്പോ ഇങ്ങ് വരും, നീ വാലടിച്ചു കിടന്നോ.
കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ല. അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. കേന്ദ്രം വരും, അല്ലെങ്കിൽ വരുത്തും. അതുവരെ ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ 4-ാം നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറിയേക്കുവാ. ആ അല്ലെങ്കിലും വെട്ട് നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ ആ നിർത്ത് ഇവിടെ തന്നെ. കർത്താവേ, അപ്പച്ചൻ. എന്നാ വെച്ചേ, നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ് ഇല്ലപ്പച്ച. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ, എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണോ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്ത വരുമ്പോ വക്കീലായത് നന്നായി. മാതാവേ കാത്തോളണേ. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല, അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ്, എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റേഴ്സിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്കത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. അല്ലല്ലേ സാറേ? ഓ, അല്ലല്ലേ സാറേ, എന്റെ വിസ റെഡി. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നു. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ 2ാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? ആ, കൂട്ടുകാരനായോണ്ടാ 2ാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ലേ. പാപ്പച്ചനാ സാറേ, പാപ്പച്ചനാ. വെടിവെച്ച് വെട്ടിയതൊക്കെ പാപ്പച്ചനാ. തോക്കുവാന്ന് അറിയട. പാട്ടനാരിൽ കപ്പാനി. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായിപ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇത് കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെയാ മാത്തച്ഛൻ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ കറിയേ? പിന്നല്ലാതെ. മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ, പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ലേ കറിയേ? പിന്നല്ലാതെ. ആ, അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ഓ, ആയിക്കോട്ടെ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? ആ, കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ, ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? വാടാ, എലി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ.
ചേച്ചി നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ? വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെയുണ്ട്. ഒരു മിനിറ്റ് അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വളർത്താൻ. ഹലോ പറയിച്ചാ അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ ചിക്കൻ ഇടാൻ പറ്റും. ഇല്ല ചേട്ടൻ പിടിച്ചോളൂ, ചേട്ടൻ കേറിയല്ലേ ഞാൻ സേഫാണ്. ആ ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ തൂക്കേണ്ടല്ലോ. എന്നാ അത് സേവ് ദ ഡേറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? മട്ടൻ തള്ളൂ. തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോകല്ലേ. നീ തന്നെ തള്ളിയാ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ വന്നേ. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് എന്താണ് സാർ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് സേവനായിട്ടാ അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്ത് ചേട്ടൊന്നും മിണ്ടാത്ത? എങ്ങടാ പോണേ? ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ എവിടേക്കാ പോകുന്നത്? ശ്ശോ, അയ്യോ, പതുക്കെ ഇരിക്കും. പതുക്കെ കൊല്ലൂല തന്നെ. ശ്ശോ, പപ്പാ. അയ്യോ, ഇതാരാ? പപ്പിക്കുട്ടി. അയ്യോ ആവശ്യമില്ല